നമസ്കാരം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ നിന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇത് അഭിമാന നിമിഷമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അധികാരത്തിലെത്തി 1 മാസം കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു വാഗ്ദാനമെങ്കിലും പാലിക്കാനായി. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല എന്നും മറിച്ച് സാമൂഹിക സാമ്പത്തിക പ്രതിഫലനമുണ്ടാക്കുന്ന പദ്ധതി കൂടിയാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾക്ക് അഭിമാനത്തോടെ യാത്ര ചെയ്യാം. ഞങ്ങളുടെ സർക്കാരിന്റെ വണ്ടി എന്ന് സ്ത്രീകൾക്ക് അഭിമാനപൂർവ്വം പറയാം. മിച്ചം കിട്ടുന്ന തുക എന്ത് ചെയ്യണമെന്ന് ഒരു സ്ത്രീയോട് ചോദിക്കുകയും ചിട്ടി ചേരാൻ ഉപദേശിക്കുകയും ചെയ്തു എന്ന കാര്യം മുഖ്യമന്ത്രി പറയുന്നുണ്ട്. KSRTCയെ സാമ്പത്തിക ബാധ്യതയിൽ ആകുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമാണ് ഓർഡിനറി ബസ്സുകളിൽ 0 ടിക്കറ്റ് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത്. ഔദ്യോഗിക ഉദ്ഘാടനത്തിനു ശേഷം വനിതകൾക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദ്യ യാത്ര നടത്തി. KSRTC PSC വഴി നിയമിച്ച ആദ്യ വനിതാ ഡ്രൈവറായ VP ഷീലയായിരുന്നു ഉദ്ഘാടന ബസ് യാത്രയുടെ ഡ്രൈവർ. അതേസമയം പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ CPM പങ്കെടുത്തില്ല. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയാനായി ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. വരുമാനമോ പ്രായമോ പരിഗണിക്കാതെ പ്രത്യേക നിബന്ധനകളില്ലാതെയുമാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നത്. സൗജന്യ യാത്ര ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും കുറവ് ഓർഡിനറി ബസ്സുകൾ ഉള്ളത് മലപ്പുറത്താണ്. ഓർഡിനറിയും TTയും ഉൾപ്പെടെ ആകെ 87 ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര. ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള മലപ്പുറത്ത് സർവീസുകൾ കൂട്ടണം എന്നൊരാവശ്യവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര അനുവദിച്ചതിൽ പ്രതിഷേധിക്കുന്ന മെൻസ് അസോസിയേഷന് മുഖ്യമന്ത്രിയുടെ വക മറുപടിയും എത്തി. മറ്റൊന്നുമല്ല, മെൻസ് അസോസിയേഷൻ പ്രതിഷേധം രസകരമാണ് എന്നും അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. താനൊരു പുരുഷ വിരോധിയൊന്നുമല്ല, മറിച്ച് സ്ത്രീകളുടെ കൈകളിലാണെങ്കിൽ മിച്ചം വരുന്ന പൈസ വീട്ടിലെത്തും. പക്ഷേ പുരുഷനാണെങ്കിൽ ഈ പൈസ കുറച്ചുപേരെ വീട്ടിൽ കൊടുക്കൂ, ബാക്കി എവിടേക്ക് പോകും? സർക്കാരിന് തന്നെ കിട്ടുമെന്ന് തമാശ കലർത്തി മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് സ്വാഭാവികമായും ഇതെല്ലാം പോകുന്ന എവിടേക്കും? ബാറിലേക്കായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ളതിനേക്കാൾ നല്ലത് സ്ത്രീകളുടെ കയ്യിൽ 10 പൈസ കിട്ടുമ്പോൾ അത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തുമെന്ന ഒരു നല്ല സന്ദേശം കൂടി മുഖ്യമന്ത്രി ഇവിടെ നൽകുന്നുണ്ട്. എന്തായാലും പ്രിയദർശിനി പദ്ധതിയിൽ ഇത് സ്ത്രീകളോടുള്ള ആദരവാണെന്നും പദ്ധതി സർക്കാരിന് സ്ത്രീകളുടെ, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആദരവ്. ഈ സർക്കാർ സ്ത്രീകളെ, അത് 10 വർഷം ഭരിച്ച LDF സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തില്ല എന്നും മറിച്ച് ഭരണത്തിൽ കയറി 1 മാസം തികയുന്നതിന് മുന്നേ തന്നെ സ്ത്രീകൾക്കുള്ള ആദരവുമായാണ് ഈ പദ്ധതി എത്തിയിരിക്കുന്നത്. സമൂഹം ബഹുമാനിക്കാൻ, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം എന്ന ആഹ്വാനം കൂടിയാണ് ഇതിലൂടെ നൽകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്.